രേണു ബിഗ് ബോസ് തുടരുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫൈനലിസ്റ്റ് വരെ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. അവർക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഈ പറയുന്ന ആള് ഇവിടെ അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്ന ഒരാളാണല്ലോ കുവൈറ്റില്. അതുകൊണ്ടാണല്ലോ ചാടി പോവുകയും സാഫർ ജയിലിൽ പിടിച്ചിട്ട് പോലീസ് നാട്ടിൽ കയറ്റി വിടുകയും ചെയ്തത്. എന്നിട്ട് ബാക്കി പറ കേക്കട്ടെ. പറന്ന് നടക്കണം, അതൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായ കാര്യം. ഇനി ഇത് വിമർശിച്ച് കുറെ ആൾക്കാരില്ല നീ നല്ലതാണ്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആൾക്കാർ ഇപ്പൊ രേണു ശരിയാണ്, തീർച്ചയായിട്ടും ആൾക്കാർ ചോദിക്കും നീ നല്ലതാണോ. കാരണം നീ നല്ലതല്ലാത്തതാണ്. ഇപ്പൊ കുവൈറ്റിൽ ചാടി പോയതാണ്, ഏതോ ഒരുത്തം പിടിച്ചു പറഞ്ഞു ചാടി ചാടി. ഇതിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ രേണു സുധി അങ്ങനല്ല. സുധി എന്ന് പറയുന്ന കേരളക്കാരെ കണ്ട ഒരു നല്ല കലാകാരന്റെ ഭാര്യയായിരുന്നു. സാഹചര്യം കൊണ്ട് അവർ കലാരംഗത്തേക്ക് കടന്നു വരേണ്ടി വന്നു. അവരൊരു സെലിബ്രിറ്റി ആയിട്ടാണ് ദുബായിലേക്ക് പോയത്. നീ ദുബായിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് സെലിബ്രിറ്റി ആയിട്ടൊന്നുമല്ല, ബാർ ഡാൻസർ ആയിട്ടൊക്കെ തന്നെയാണ്. ആ ഡാൻസ് ചെയ്ത വീഡിയോ ഞങ്ങൾ വീട്ടിൽ പോസ്റ്റ് ചെയ്യണം. ഞങ്ങളൊക്കെ കാണാറുള്ളത്. പക്ഷേ നാട്ടിലുള്ളത് മലയാളികൾ പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. അതെല്ലാം പ്രൈവറ്റ് ആക്കി വെക്കി നിന്റെ ചില കൂട്ടുകാർ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ചെയ്യും. എന്നാൽ കുറേയൊക്കെ ഞങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എടുത്തില്ല. ഒരാളെ കുറിച്ച് വിമർശിക്കുമ്പോൾ അതിനുള്ള യോഗ്യത കൂടെ നമുക്ക് ആലോചിക്കണം. രേണു സുധിയും നീ ഒരേ തട്ടിലുള്ളതല്ല. ഞാൻ രേണു സുധിയുടെ ഭർത്താവൊന്നുമല്ല, എങ്കിലും പറയാം രേണു സുധിയും നീ ഒരേ തട്ടിലില്ല. ഇനിയിപ്പം അവളെ പറഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസിലേക്ക് കയറി സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തില്ല. അതുകൊണ്ട് പറഞ്ഞു എനിക്ക് രേണു സുധിയെ പോലെ ഈ കുറ്റം പറയുന്ന രേണു സുധിയെ പോലെ ആകണം എന്ന് പറഞ്ഞ് വന്ന ഒരാളാണ് നീ. എന്റെ കുഞ്ഞെ, ആദ്യം വന്ന വഴി ഒന്ന് ഓർത്ത് വെക്കുക. പോയ വഴി, വന്ന വഴി, ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന വഴി. ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട് കേട്ടോ. കൂടുതൽ പറയിപ്പിക്കരുത് ഞങ്ങളെ. അപ്പൊ നടക്കട്ടെ, വീണ്ടും കാണാം.